കേന്ദ്ര കാലാവസ്ഥാ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പോലെ മൺസൂൺ വീണ്ടും കേരളത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. ജൂലൈ 27, 28, 29 തീയതികളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പറയുമ്പോൾ കേരളത്തിലെ ഡാമുകളാണ് ഓരോ മലയാളികളുടെയും ആശങ്കയ്ക്ക് കാരണം. 2018 പ്രളയത്തിന് തീവ്രത കൂട്ടുകയും കേരളത്തിലെ പ്രധാന അണക്കെട്ടുകളുമായി ഇടുക്കിയും മുല്ലപ്പെരിയാറുമാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. എന്നാൽ യഥാർത്ഥത്തിൽ ആശങ്കയ്ക്ക് വകയുണ്ടോ? ഇടുക്കി ഡാം ഒന്നുകൂടി 2018, 2019 പോലെ തുറക്കേണ്ടി വരുമോ എന്ന് നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വിലയിരുത്തലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇടുക്കി അണക്കെട്ടിന്റെയും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും റിപ്പോർട്ട് പ്രകാരം ജൂലൈ 26-ന് 200 മില്ലിമീറ്ററിന് മേലെ ലഭിച്ചതായും മഴ ലഭിച്ചതായും ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കുമെന്നും പറയപ്പെടുന്നു. അതിനാൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ 100 മുതൽ 200 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുകയാണെങ്കിൽ പ്രതിദിനം ഏകദേശം 0.8 മുതൽ 2 മീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. നിലവിലെ ജലനിരപ്പ് 723.25 മീറ്ററിലെത്തുമ്പോൾ, അതായത് 2372 എത്തി നിൽക്കുകയാണ്. അതായത് ഡാമിന്റെ 67% എത്തിയിരിക്കുകയാണ് ജലനിരപ്പ്. ഡാമിലേക്കുള്ള നീരൊഴുക്കിന്റെയും ഡാമിന്റെ കാച്ച്മെന്റ് സർഫസ് ഏരിയയും മഴ ലഭിക്കുന്ന തോതുമനുസരിച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. നീരൊഴുക്ക് 25-ാം തീയതി 45.688 ക്യൂസസ് ആയിരുന്നത് 26-ാം തീയതി 64.72 ക്യൂസസ് ആയിരിക്കുകയാണ്. 2018 ശേഷം ഇപ്പോഴത്തെ റൂൾ പ്രകാരം ജലനിരപ്പ് 2389 അടി, അതായത് 778 അടി എത്തിയാൽ ബ്ലൂ അലേർട്ട് നൽകി ഷട്ടർ ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കേണ്ടി. അതിനാൽ തന്നെ ഇപ്പോഴത്തെ രീതിയിൽ മഴ തുടരുകയും നീരൊഴുക്ക് തുടരുകയും ചെയ്യുകയാണെങ്കിൽ 4 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഇടുക്കി ഡാം അതിന്റെ പരമാവധി ശേഷി കൈവരിക്കുകയും ഷട്ടറുകൾ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ തുറക്കേണ്ടി വന്നേക്കാം.